നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിലെ അൽ നസറിന് വിജയം. 1-3 ഗോളുകൾക്കാണ് അവർ അൽ ഫൈഹയെ പരാജയപ്പെടുത്തിയത്. അൽ നസറിന് വേണ്ടി സാദിയോ മാനയും അൽ ഹംദാനുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോൾ ഓൺ ഗോളായിരുന്നു. മറുഭാഗത്ത് അൽ ഫൈഹയുടെ ഗോളും ഓൺ ഗോളായിരുന്നു. കളിയിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി മിസ് ചെയ്തു. ഒടുവിൽ അദ്ദേഹം പരിക്കേറ്റ് കളിക്കളം വിടുകയും ചെയ്തു. ഏതായാലും ഈ മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, കിങ്സ്ലി കോമൻ, ജാവോ ഫെലിക്സ്, സാദിയോ മാനെ അങ്ങനെ സൂപ്പർ താരങ്ങൾ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. 1-ാം സ്ഥാനത്താണ് അൽ നസർ. അത് നിലനിർത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കളിയുടെ തുടക്കത്തിൽ തന്നെ അൽ നസറിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിച്ചു. 12-ാമത്തെ മിനിറ്റിൽ ലഭിച്ച ആ പെനാൽറ്റി പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. തുടർന്ന് കളിയുടെ അവസാന ഘട്ടത്തിൽ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ അൽ അംറിയുടെ ഓൺ ഗോൾ വന്നതോടെ അൽ ഫൈഹയ്ക്ക് ലീഡായി. എന്നാൽ രണ്ടാം പകുതിയിൽ അൽ നസർ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 72-ാമത്തെ മിനിറ്റിൽ കിങ്സ്ലി കോമൻ്റെ അസിസ്റ്റിൽ നിന്ന് സാദിയോ മാനെ അൽ നസറിനെ ഒപ്പം എത്തിച്ചു. 80-ാമത്തെ മിനിറ്റിൽ മോസ്കേറയുടെ ഓൺ ഗോൾ കൂടി വന്നപ്പോൾ മത്സരം 2-1 അൽ നസർ മുന്നിലായി. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പരിക്കേറ്റ് പിന്നാലെ പിൻവാങ്ങി. പകരം അൽ ഹംദാൻ കളിക്കളത്തിലേക്ക് വന്നു. അൽ ഹംദാൻ 85-ാമത്തെ മിനിറ്റിൽ ജാവോ ഫെലിക്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് പന്ത് വലയിലെത്തിച്ചതോടെ 3-1 നല്ല മാർജിനിൽ തന്നെ അൽ നസർ വിജയിച്ചു കയറി. കളിക്ക് ശേഷം അൽ നസറിൻ്റെ കോച്ച് ഓർഗെ ഹീസസ് പറഞ്ഞത്, ആദ്യ പകുതിയിൽ ഞങ്ങൾ ഗോൾ കൺസീഡ് ചെയ്തു. അങ്ങനെ ഒരു മത്സരത്തിൽ മിസ്റ്റേക്ക് പറ്റുകയും ഗോൾ കൺസീഡ് ചെയ്യുകയൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്ന് കോച്ച് പറയുകയുണ്ട്. അതേസമയം അൽ ഫൈഹയുടെ കോച്ച് റഫറിങ്ങിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. സൗദി പ്രോ ലീഗിൽ മികച്ച ടീമുകളുണ്ട്, മികച്ച കോച്ചുമാരുണ്ട്, അതുപോലെ തന്നെ മികച്ച താരങ്ങളുണ്ട്. എന്നാൽ റഫറിങ് ഇനി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ അൽ നസറിൻ്റെ 2-ാമത്തെ ഗോൾ വന്നതുപോലും ഞങ്ങൾക്ക് ലഭിക്കേണ്ട ത്രോയിന് മറുഭാഗത്തേക്ക് കൊടുത്തു, അതിൽ നിന്ന് വന്നതാണ്. സോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഏതായാലും മത്സരം 1-3 അൽ നസർ വിജയിച്ചതോടെ 24 കളികളിൽ നിന്ന് 61 പോയിൻറ്റോടെ പ്രോ ലീഗിൽ അവർ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അൽ അഹ്ലിക്ക് 59 പോയിൻ്റാണ്. അതായത് 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണുള്ളത്. അൽ ഹിലാലിന് 58 പോയിൻറ്റ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.